പ്രളയ ദുരിത ബാധിതർക്ക് 7 വർഷമായിട്ടും നഷ്ടപരിഹാരം ലഭിച്ചില്ല. ഇരകൾ പി.കെ. ബഷീർ എം.എൽ.എയെ കണ്ടു. രേഖകൾ കാണാനില്ലെന്നും ഇവർക്ക് വീടുകൾക്ക് അവകാശമില്ലെന്നുമുള്ള വിചിത്ര നിലപാടുമായി നിലമ്പൂർ താലൂക്ക് അധികൃതർ രംഗത്ത് വന്നതോടെയാണ് ഇരകൾ എം.എൽ.എയെ കണ്ടത്. അർഹതപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നിഷേധിക്കുന്നതിനെതിരെ പി.കെ. ബഷീർ എം.എൽ.എ രംഗത്ത് വന്നു. റവന്യൂ വകുപ്പിനും ജിയോളജി വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനമാണ് എം.എൽ.എ നടത്തിയത്. കളക്ടറെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും ഇവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുവാനുള്ള ശക്തമായ ഇടപെടൽ നടത്തുമെന്നും എം.എൽ.എ പറഞ്ഞു. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെട്ടിയാമ്പാറയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ. ആ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ കുറച്ച് ആളുകൾക്ക് 10 ലക്ഷം റുപ്യ അവിടെ വാസയോഗ്യമാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കുടുംബങ്ങൾക്ക് 10 ലക്ഷം റുപ്യ കൊടുത്തു. അവസാനം പിന്നെ 6 കുടുംബങ്ങൾ ബാക്കിയായി വന്നു. ആ 6 കുടുംബങ്ങൾ അവിടുന്ന് മാറി താമസിക്കാൻ തയ്യാറായി. അങ്ങനെ അവരുടെ ഒരു പ്രപ്പോസൽ അയച്ചു. ഇപ്പോഴല്ല, ഒരു 4-5 കൊല്ലം മുമ്പ്. ആ 4-5 കൊല്ലം കഴിച്ചിട്ട് അതിങ്ങനെ മെല്ലെപ്പോക്കായി അവർ പറഞ്ഞ് റീബിൽഡിൽ കൊടുത്തിട്ടുണ്ട്, വരും എന്നൊക്കെ പറഞ്ഞു നിർത്തി. അവസാനം നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ തഹസിൽദാർ സാന്നിധ്യത്തിൽ എം.എൽ.എ തന്നെ ഒരു മീറ്റിംഗ് വിളിപ്പിച്ചു. അങ്ങനെ ആ ഫയലുകൾ ഒക്കെ അന്ന് എടുത്തിട്ട് മലപ്പുറത്തേക്ക് ഡിസാസ്റ്ററിൽ അയച്ചിട്ട് ഡിസാസ്റ്ററിൽ പിന്നെ അവിടെ ഒരു മീറ്റിംഗ് കൂടിയതിനു ശേഷം അത് തിരുവനന്തപുരത്തേക്ക് അയച്ചു. തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ട് പിന്നെ ഒരു ഇതിന് റിപ്പോർട്ടിന് വീണ്ടും വന്നു. ഏതാ റിപ്പോർട്ട്? ഒരു പേപ്പർ അയച്ചാൽ, ദുരന്തത്തിൻ്റെ പേപ്പർ അയച്ചാൽ സർക്കാരിൻ്റെ മെല്ലെപ്പോക്കാണ് ഞാൻ പറഞ്ഞത്. 6 മാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റിപ്പോർട്ട് വയ്ക്കുക. ഇതിന് നിലമ്പൂർ താലൂക്ക് ഓഫീസിലാണ് ഏറ്റവും വലിയ വീഴ്ച. അതേപോലെ മലപ്പുറത്തും ഞാൻ അവസാനം നിരന്തരമായിട്ട് ഈ എഫക്റ്റഡ് പാർട്ടി ഇവരും ആരെങ്കിലും നിങ്ങളും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇപ്പം 4 ദിവസം മുമ്പ് ജില്ലാ കളക്ടറെ കണ്ടു. ഞാൻ പറഞ്ഞ ആ പ്രപ്പോസൽ എവിടെ? നിങ്ങൾ ഇവിടുന്ന് അയച്ചിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാകണം എന്നാണ്. ഇപ്പം ഇപ്പം വന്നു. ഇന്നിപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ അൻവർ സാദത്തിനെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു വേഗം ഇതാക്കാറ്. ഞാൻ പറഞ്ഞ ഫയലറിയണ്ടേ ഇതിൽ അതിന് ഏറ്റവും വലിയ കർഷകർ അമ്മച്ചുണ്ടായിരുന്നു. അവർ മരിച്ചുപോയി. അവർ പല പ്രാവശ്യം ആ താലൂക്ക് ഓഫീസിൻ്റെ മുകളിലേക്ക്, അന്ന് താഴത്തായിരുന്നു താലൂക്ക് ഓഫീസ്, എവിടെ ജ്യോതിപ്പടിക്കൽ, അവിടെ അന്ന് അവർ അങ്ങോട്ട് കയറും. എന്നിട്ടും ഒരു കരുണ ഉദ്യോഗസ്ഥന്മാർക്കില്ല, സർക്കാരിനും ഇല്ല. ഒക്കെ പ്രസ്താവന. മാർച്ച് 6 മുൻപ് തന്റെ സാന്നിധ്യത്തിൽ കളക്ടറേറ്റിൽ കളക്ടർ, ഇരകൾ, റവന്യൂ, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കുന്ന യോഗം ചേരും. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.